ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. പ്രതീക്ഷിക്കാതെ ഞാൻ അറിഞ്ഞില്ല, ഞാനിതുപോലെ കുട്ടികൾ എന്നോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. കാറിൽ കയറിയിരുന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് നമ്മളെവിടേക്കാണ് പോണതെന്ന് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോണത് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ യാത്രകളെ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ യാത്ര ചെയ്യാനും. പക്ഷെ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കഴിവും പിന്നെ നമുക്ക് ആരോഗ്യപരമായ കഴിവുകളും ഉണ്ടാവണം. എന്നാലാണ് യാത്രയെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മൾ ആസ്വദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കലപില എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാം, നിശബ്ദമായിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കാം, കാഴ്ചകൾ കണ്ടിങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്ന് പോകാനായിട്ട് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ. എനിക്കിങ്ങനെ കാഴ്ചകൾ കണ്ടു പോണതാണ് എനിക്കും ഇഷ്ടം. എന്ന് വെച്ചിട്ട് സംസാരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോ സ്ഥലപ്പേരുകൾ വായിക്കുക, ഓരോ കാഴ്ചകൾ കാണുക, പിന്നീട് എപ്പോഴെങ്കിലും കാവലിൽ പോകുമ്പോൾ ആ സ്ഥലം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഇന്ന മാതിരി ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഓർമ്മ അല്ലേ. അത് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. അപ്പോൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരും യാത്രകളെ ഇഷ്ടപ്പെടുകയും യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പം എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, ഞാൻ പറയാറുണ്ട്. അമ്മയുടെ കാര്യങ്ങൾ കാരണം ഞാൻ പറഞ്ഞു ബിജു സർപ്രൈസായിട്ട് വന്നു, അതുപോലെ ദീപു വന്നിട്ടുണ്ട്, ഭാരതിയും അവനും വന്നില്ല. പെട്ടെന്നായതുകൊണ്ട് ട്രെയിന് ടിക്കറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ കാറൊക്കെ എടുത്ത് വരണ്ടേ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ദീപു മാത്രമാണ് വന്നേക്കണത്. അപ്പോൾ എല്ലാവരും കൂടിയുള്ളതല്ലേ, എന്നാൽ നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ നേരം വൈകിട്ടാട്ടോ പോയത്. അപ്പോൾ അത് ഞങ്ങൾ ബിജുവിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തത്. നമ്മുടെ വണ്ടി എടുക്കുക വെച്ചാൽ 2 വണ്ടി എടുക്കണ്ടേ. അപ്പോൾ അതിന് പകരം നമ്മൾ ബിജുവിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും അമ്മേനെ കൂടെ കൊണ്ടുപോകും. എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ കാഴ്ചകളൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ട് കേട്ടോ. പിന്നെ തീരുമാനം പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ പറ്റില്ല. അതുപോലെ ട്രെയിനും, ഇനിയിപ്പോൾ അമ്മയ്ക്ക് ട്രെയിനൊന്നും കയറാൻ പറ്റില്ല, അതുപോലെ തന്നെ ഫ്ലൈറ്റിലാണെങ്കിലും. അപ്പോൾ ആ സമയങ്ങളിലൊന്നും നമ്മൾ കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മളിവിടെ എത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട് ബീച്ച് ഭാഗമാണിത് കേട്ടോ. അപ്പോൾ ഈ കെട്ടിടങ്ങളും അതുപോലെ തന്നെ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ കൊട്ടാരം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്താ ടാർപ്പായ പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തു. പിന്നെ ബീച്ച് ഫെസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു അവിടെ കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള 3D സിനിമ, പിന്നെ ഗോസ്റ്റ് ഹൗസ്, പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും. അപ്പോൾ കുട്ടികളൊക്കെ അതിൽ നിക്കിക്കൊക്കെ അതിലൊക്കെ കയറണമെന്നും അങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവനെയൊക്കെ 1-2 വണ്ടികളിലൊക്കെ കയറ്റി. പിന്നെ അതൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഭക്ഷണ സാധനങ്ങളും, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കോഴിക്കോടിനെ കുറിച്ച് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, അവിടെയൊക്കെ പോയിട്ട് ചിലവഴിച്ചവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പിന്നെ ഇതേ നിക്കി അപ്പോൾ അവിടെ ഒരു കാറിൽ കയറിയിട്ടോ. അപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ അവനോട് ഇറങ്ങാനായിട്ട് അവർ ഡോറ് തുറന്നു കൊടുത്തു. പക്ഷേ അവൻ ഡോറ് തുറക്കുമ്പോൾ അവ അടയ്ക്കുക, അവർ തുറന്നു കൊടുക്കുമ്പോൾ അവ അടയ്ക്കുക, പിന്നെ അവർ തുറക്കും അപ്പോൾ അവ അടയ്ക്കുക കേട്ടോ. അവനെ ഇറങ്ങാൻ മനസ്സില്ല. അങ്ങനെ ഒരുവിധം സമയം കഴിഞ്ഞില്ല, അപ്പോൾ ഒരുവിധം അവനെ അവിടെ നിന്ന് ഇറക്കി. അപ്പോൾ ഇത് നമ്മൾ ചെന്നിറങ്ങിയ സമയം കാറ് പാർക്ക് ചെയ്യുന്നത് അവിടെയാണ്, ആ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് അവനെ ഇറക്കിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇത് കാലിക്കറ്റ് ബീച്ച് ഫസ്റ്റ് കണ്ടു അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ബീച്ച് ഫസ്റ്റിൻ്റെ അവിടേക്കാണ് നമ്മൾ പിന്നെ പോണത് കേട്ടോ. അപ്പോൾ ബീച്ച് ഫസ്റ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കക്ക, അതുപോലെ തന്നെ എന്താ പറയുക അതിന് കല്ലുമ്മക്കായി, കാടമുട്ട, ചിക്കൻ, ചെമ്മീൻ, വലിയ ചെമ്മീനുകളൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തോന്നി, ഞാനതൊക്കെ എടുത്തു. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പേരയ്ക്ക, അങ്ങനെ എല്ലാം ഉപ്പിലിട്ടതും, അതുപോലെ പാനിപൂരി, ബേൽപൂരി എന്നൊക്കെ പറയുന്ന അങ്ങനെ സാധനങ്ങൾ. 2 കുതിര അവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് 2 ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ. ആ കുതിരയുടെ വാലനെ കാണാൻ എന്താ ഭംഗി എന്നറിയാം. അപ്പോൾ സന്ധ്യാസമയമായി തുടങ്ങിയത് കൊണ്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരക്ക് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കുട്ടികളിങ്ങനെ പട്ടം പറത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശത്തിൻ്റെ ആ കാഴ്ച കാണാനും എന്തോ ഒരു ഭംഗിയാണ് അല്ലേ. പട്ടങ്ങൾ എത്രയാ അങ്ങനെ അകലെയായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും. അപ്പോൾ ഇതെല്ലാം കൂടി കാണുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമാണ്, നമുക്കും കുറച്ച് സമയം അവിടെ ചിലവഴിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മയെ പിടിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് നടക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കണ്ടു ആകാശം ഇങ്ങനെ നല്ല ഇങ്ങനെ ഈ കളർ കാണുമ്പോൾ തന്നെ ഭംഗി, മേഘങ്ങൾ ഇങ്ങനെ. അതുപോലെ സൂര്യൻ കടലിലേക്ക് നമ്മൾ മുങ്ങിത്താഴുക എന്ന് പറയില്ലേ, അസ്തമയം. അപ്പോൾ ആ സമയം സൂര്യൻ നമ്മൾ ശരിക്കും വിചാരിക്കും ആകാശം വന്ന് കടലിനോട് മുട്ടിയിട്ട് നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആ കടലിലേക്ക് ഇങ്ങനെ താഴുകയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നത് മാത്രമല്ല, കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. പിന്നെ
തിരകളിങ്ങനെ വന്നടിക്കുക, കുട്ടികളിങ്ങനെ വന്ന് അവിടെ കളിക്കുന്ന സമയത്ത് ഒരു തിര പെട്ടെന്ന് വന്നടിച്ചിട്ട് ഞങ്ങൾ എത്രയോ ദൂരെയാണ് നിൽക്കുന്നത് എങ്കിലും നമ്മുടെ കാലിൻ്റെ അവിടേക്ക് എത്തിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചെറിയ കുട്ടികളെ പക്ഷികൾ പറക്കണ കണ്ടു, വരിയായിട്ട് സന്ധ്യാസമയം ചേക്കേറാൻ പോവുകയാണ്. അപ്പോൾ അതും ഒരു കാഴ്ച. പിന്നെ ഞാൻ പറഞ്ഞു കുട്ടികളിങ്ങനെ അവിടെ അങ്ങനെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ബീച്ചിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം തിര പെട്ടെന്ന് ഇങ്ങനെ തലച്ചിങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് അടിച്ച് പോകുമ്പോൾ ഈ കുട്ടി അവിടെ വീണിട്ട് ചിലപ്പോൾ ആ തിര അങ്ങനെ തിരിച്ച് പോകുമ്പോൾ അതോടുകൂടി ആ കുട്ടി പോകുമ്പോൾ നമുക്ക് കണ്ണിൽ പൊടി ഇട്ടാൽ പോലും കാണില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ അവിടെ 2-3 കപ്പലാണോ വഞ്ചിയാവില്ലേ, വഞ്ചി വെച്ച് എത്ര കാണില്ല, അത്രയും അകലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ എടുത്തു, ഒരു പൊട്ട് പോലെ കാണുന്നുള്ളൂ, അങ്ങ് അകലെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആകാശം ശരിക്കും വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്നല്ലേ, ആ ഒരു കാഴ്ച ഒരു ഭംഗിനെയാണ് അല്ലേ. അപ്പോൾ അതേ അസ്തമിക്കുന്നത് വീണ്ടും കടലിലേക്ക് ശരിക്കും വീണ പോലെ തന്നെയായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തിര ഇങ്ങനെ വന്ന് അടിക്കുമ്പോൾ കുട്ടികൾ ഇരിക്കുന്നുണ്ടില്ലേ, അങ്ങനെയൊക്കെ തിര വന്ന് അടിക്കുന്ന സമയത്ത് വീണ് പോയി കഴിഞ്ഞാലോ. അപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ ഇവയും നിക്കിയൊക്കെ അവർക്ക് വെള്ളമൊക്കെ തുറന്നു പറഞ്ഞ് നിക്കിനെയും കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ച് നിർത്തി, ഇവനെ നിർത്തി. പിന്നെ കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു രസം തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. പിന്നെ ഇങ്ങനെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, സന്ധ്യാസമയമാകും തോറും തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിലവഴിച്ചിട്ട് തിരിച്ച് നമ്മളിങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊന്നും കഴിച്ചില്ല, അമ്മയ്ക്കൊരു ചായ മാത്രം വാങ്ങിക്കൊടുത്തു. പിന്നെ പ്രജി പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രജിക്കും കാര്യമില്ല. ഞാനും എനിക്കൊന്നും വേണം തോന്നിയില്ല. അപ്പോൾ നീന ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഈ പാനിപ്പൂരി മേടിച്ചപ്പോൾ ഞാൻ അതിൽ കഴിച്ചു കേട്ടോ. അങ്ങനെ ഈ തിര വന്നിട്ട് കണ്ടോ വന്നിട്ട് അടിക്കണത്. അപ്പോൾ അങ്ങനെ പിടിച്ചില്ല വെച്ചാൽ കുട്ടികളൊക്കെ അങ്ങനെ തിരോട് കൂടി പോവും, നമ്മൾ ശ്രദ്ധിക്കുക വേണം. ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഞങ്ങൾ കോഴിക്കോട് തന്നെയാണോ എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ, ഇതുപോലെ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് അധികം ആവാത്തൊരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു. അവരെ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ കളിക്കുമ്പോൾ അവരുടെ 8 പവൻ്റെ ഒരു സാരിമാല പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വേണം. അതുപോലെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആഭരണം ഇടണ്ട അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ല വെച്ചാലും അങ്ങനെയൊന്നും സ്വർണ്ണം ഇട്ടിട്ട് വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ടൊക്കെ വന്നാൽ മതി. അത് പക്ഷേ ചിലവർക്ക് അങ്ങനെയല്ല, ചിലർ നന്നായിട്ട് സ്വർണ്ണം ഉപയോഗിക്കും. പിന്നെ ആ ചെറിയ ആൺകുട്ടി കണ്ടില്ലേ, ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട്, അപ്പോൾ പെട്ടെന്നൊക്കെ അവർക്കൊന്നും ശ്രദ്ധ കിട്ടില്ല. കണ്ടോ അങ്ങനെ ഇരുത്തി പെട്ടെന്ന് കൈ വിട്ട് പോയി കഴിഞ്ഞാലോ. എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. പിന്നീട് അവിടുന്ന് നമ്മൾ പോണത് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. മിഠായി തെരുവിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും നടക്കാനോ വീഡിയോ എടുക്കാനോ എനിക്ക് സാധിച്ചില്ല, കാരണം അമ്മയെ നമ്മൾ കൈപിടിച്ച് കൊണ്ട് നടത്തല്ലേ. പിന്നെ മാത്രമല്ല മിഠായി തെരുവിൻ്റെയൊക്കെ അവിടെ നമ്മൾ നടവഴികളൊക്കെ ഷീറ്റ് ഇട്ടിട്ട്, അപ്പോൾ മഴ പെയ്താലും ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ഡ്രസ്സുകളായിക്കോട്ടെ ചെരുപ്പുകളായിക്കോട്ടെ അതുപോലെ കമ്മലുകൾ നൈറ്റ് ഡ്രസ്സുകൾ എന്ന് വേണ്ട എല്ലാം അവിടെ ഉണ്ട്. ഇലക്ട്രിക്കലിൻ്റെ ഉപകരണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയുന്ന, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി മിഠായി തെരുവിൽ ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ നിക്കിക്ക് കളിപ്പാട്ടങ്ങളും ഇവയ്ക്ക് ചെപ്പ് ഉപ്പ് അവൾ തന്നെ പറയുക കേട്ടോ. പിന്നെ തിര വന്നു എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോരണ വരെ ഈ തിര ഇങ്ങനെ ആർത്തലച്ച് വരിക, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്രൂരതയോട് കൂടിയിട്ട് വരുന്ന പോലെ തിര ഇടയ്ക്ക് ഇങ്ങനെ ആർത്തലച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാനൊന്നിങ്ങനെ എടുത്തു എന്ന് മാത്രം. പിന്നെ മിഠായി തെരുവിലേക്ക് എത്തിയ ഭാഗം കാണിക്കാം. ആ കാണിക്കുന്ന പോലെ തന്നെ കൂടുതലായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ചെന്നെ എടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മിഠായി തെരുവിൽ കൂടി കുറച്ച് സമയങ്ങളൊക്കെ നടന്നു. നൈറ്റ് ഡ്രസ്സും അതുപോലെ തന്നെ ചുരിദാറുകളൊക്കെ നല്ല കോട്ടൻ്റെ ചുരിദാറുകളുണ്ട് കേട്ടോ. ആ കുട്ടി ഒരു പ്രാവശ്യം വീണിട്ട് തരാൻ അങ്ങോട്ട് നീക്കി കൊണ്ടുപോയി, പിന്നെ എങ്ങനെയോ അത് കയറി വന്നു കേട്ടോ ആ കുട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് പറയുകയാണ് ഞാൻ. നമ്മൾ പോണ സമയങ്ങളിലൊക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഒരുത്തിരി ഇരുന്നാൽ മതി എന്നാട്ടോ ഉണ്ടാവുക. എന്നാലും ഞാനിങ്ങനെ കുട്ടികൾ വിളിക്കുമ്പോൾ പിന്നെ എപ്പോഴും ഇല്ല എന്ന് പറയാനുള്ള വെച്ചിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇന്നലെയും ഇങ്ങനെ എവിടേക്കാന്നുള്ളത് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ കാറിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. അങ്ങനെ പോയി നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ ആസ്വദിച്ചിട്ടൊന്നല്ല, എന്നാലും മൈൻഡിനൊന്ന് റീഫ്രഷ് ആവാനായിട്ട്. പക്ഷെ എത്ര റീഫ്രഷ് ആയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് ഓർമ്മക്കുറവല്ലേ, അമ്മ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കക്കകളൊക്കെ ഇങ്ങനെ വന്നിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഈ നക്ഷത്ര മത്സ്യം ഇതൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു എന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ രൂപങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷം നമുക്ക് കാണുമ്പോൾ നമുക്കും ഒരു രസം അത്രയൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ രാത്രി സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.
പിന്നെ നമ്മുടെ മിഠായി തെരുവാണിത്. മിഠായി തെരുവിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും വാങ്ങിച്ചില്ലെങ്കിലും എന്ത് തിരക്കായിരുന്നു അവിടെയൊക്കെ കേട്ടോ. നമുക്ക് കാണാം, നമ്മൾ കയ്യിൽ കാശും സമയം നമ്മൾ കയ്യിൽ വെച്ച് പോകണം കേട്ടോ, എന്നിട്ടാണ് കാര്യമുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും അതുപോലെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെരുപ്പുകളായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു രസം അല്ലേ, കാഴ്ചകളൊക്കെ കാണാനും. പക്ഷെ ആസ്വദിച്ച് കാണുന്നെ വേണം, അല്ലാതെ കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ.